നമസ്കാരം. ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. പിണറായി വിജയൻ വാഴുന്ന കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതം ദിവസങ്ങൾ ചെല്ലുന്തോറും ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിൽ ക്രൈസ്തവരുണ്ടെങ്കിലും അർഹതയുള്ള ഇടങ്ങളിൽ നിന്ന് പോലും അവർ നിരന്തരമായി അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ക്രൈസ്തവരുടെ വികാരങ്ങളെ പൊള്ളലേൽപ്പിക്കുകയും ചെയ്ത വർത്തമാനകാല കേരള ചരിത്രത്തിലെ സംഭവ വികാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടും ഇനിയും ആലസ്യം പൂണ്ടിരിക്കാതെ സമാധാനപൂർവ്വം പ്രതിഷേധിക്കുവാൻ സകല ക്രൈസ്തവരോടും ആഹ്വാനം ചെയ്തുകൊണ്ടും ഇന്നത്തെ ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടെ സ്വാഗതം. പൊള്ളലേറ്റ മനസ്സോടും അങ്ങേയറ്റം വേദനയോടും കടുത്ത ധാർമ്മിക രോഷത്തോടും കൂടെയാണ് ന്യൂസ് കാൻ ഈ വാർത്തയുടെ വിശകലനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ വിധത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ടാണ് അവരുടെ വിശുദ്ധ വേദപുസ്തകം മതചിന്തകൾ തലയ്ക്ക് പിടിച്ച ഇസ്ലാം തീവ്രവാദിയായ ഒരു കാസർഗോഡുകാരൻ എരഞ്ഞിപ്പുഴ മുസ്തഫ എന്നൊരുവൻ കത്തിച്ച് ചാമ്പലാക്കി അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് സമാധാനപൂരിതമായി ജീവിക്കുന്ന കേരള സമൂഹത്തിലേക്ക് കലാപത്തിൻ്റെ തീക്കൊള്ളി അവൻ എറിഞ്ഞിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ഈ തിന്മയ്ക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്തുകയാണ്. ക്രൈസ്തവർക്കെതിരെയുള്ള ഇവൻ്റെ കടന്നുകയറ്റം ഇതാദ്യത്തേതല്ല. പുൽക്കൂട്ടിൽ നിന്ന് തിരുസ്വരൂപങ്ങൾ എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞ അതേ സാമൂഹ്യ ദ്രോഹി തന്നെയാണ് ഇന്ന് വിശുദ്ധ ബൈബിൾ കത്തിച്ച് ചാമ്പലാക്കി കേരളത്തിൽ മതസ്പർദ്ധയ്ക്കും കലാപത്തിനും കളമൊരുക്കിയത്. ഏതായാലും നിയമപാലകർ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിച്ചതിനാൽ ഇവനെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുകയാണ്. സ്വീഡനിൽ വലതുപക്ഷ രാഷ്ട്രീയ നേതാവായ റംസസ് ഫലൂഡൻ ഖുറാൻ കത്തിച്ചതിൻ്റെ പ്രതിഷേധമെന്ന വണ്ണമാണ് ബൈബിൾ കത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ ഹീനകൃത്യം ചെയ്തത്. മുൻപ് പുൽക്കൂട് തകർക്കുകയും കാര്യം ചോദിക്കാൻ വിളിച്ചവരോടെല്ലാം അങ്ങേയറ്റത്തെ ധിക്കാരത്തോടെ കടുത്ത ക്രൈസ്തവ മതനിന്ദ ജനിപ്പിക്കുന്ന തരത്തിൽ വെല്ലുവിളിക്കുകയും ചെയ്ത ഇവനെ സംരക്ഷിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ മതതീവ്രവാദികൾ ഇവൻ കാട്ടിക്കൂട്ടിയതെല്ലാം ആസ്വദിച്ചിട്ട് പറഞ്ഞത് ഇവൻ മനോരോഗിയാണെന്നായിരുന്നു. എന്നാൽ ഇവൻ മനോരോഗിയല്ലെന്നും പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവനെ ഇടം ബലം പറഞ്ഞ് തോട്ടിക്ക് പിടിച്ച് നടത്തുന്നവർ പറഞ്ഞ പച്ചക്കള്ളമാണെന്നും ഇവൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുക. മാനസിക രോഗമുണ്ടോ? അതിന് വല്ല മരുന്ന് കഴിക്കുന്നുണ്ടോ താങ്കള്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ട്? അല്ല, ഞങ്ങൾക്കില്ല, പക്ഷെ എല്ലാരും പറയുന്നോണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ തന്നെ വ്യക്തമായിട്ട് പറയും, വല്ല മാനസിക രോഗത്തിന് വല്ല ഗുളിക കഴിക്കുന്നുണ്ടോ? അത് വിട്ടുകള. അല്ല, അത് വിട്ടുകളയാനുള്ളതല്ല. കാരണം താങ്കൾ ഇത്രയും അല്ലല്ല, ഒരു മിനിറ്റ് മുസ്തഫ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്ന മുസ്തഫ, ഞാനാണ് മുസ്തഫയെ മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഇത്രയും നല്ല രീതിയിൽ വന്ന് സംസാരിക്കും, ഇത്രയും ചിരിച്ചും ഒക്കെ സംസാരിക്കുന്ന മുസ്തഫ ഒരു മാനസിക രോഗിയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, താങ്കൾക്ക് വല്ല മാനസിക രോഗമോ അല്ലെങ്കിൽ താങ്കൾ വല്ല മരുന്നോ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ അതൊന്ന് വ്യക്തമായിട്ട് പറ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറ. ഓക്കെ, ഞാൻ ആദ്യം ഈ സംഭവം പറയുന്നു, എന്നിട്ട് എന്റെ പോലീസ് വന്നിട്ട് എന്റെ മൊബൈൽ. അല്ല, ഇതൊന്നും പറ, മാനസിക രോഗത്തിനൊന്നും പറ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയി, എനിക്ക് അത് കേട്ടിട്ട് അങ്ങനെയൊന്നുമില്ല. താങ്കൾക്ക് മാനസിക രോഗമൊന്നുമില്ല, പിന്നെന്തിനാ അവരങ്ങനെ പറഞ്ഞേ? അത് പോലീസ് കേസാണെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മുസ്തഫ ഒരിക്കലും ഇന്നോ ഇന്നലെയോ ഒന്നും ഈ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആകൃഷ്ടനായ അല്ലെങ്കിൽ പ്രവർത്തകനായി മാറിയ വ്യക്തി ആയിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് ശരിക്കും അറിയുമ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യകാലത്ത് PDPയുടെ പ്രവർത്തകനും പിന്നീട് അത് NDF വഴി PF പോപ്പുലർ ഫ്രണ്ടിലേക്ക് എത്തി SDPയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയ കാലഘട്ടം മുതൽ അതിലെ ഒരു നിറസാന്നിധ്യമാണ്. ഇടയ്ക്കിടെ ഞാനും അവിടെ സന്ദർശിക്കുന്നത് കൊണ്ട് KL14 എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാനും കണ്ടിട്ടുള്ളതാണ്, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇദ്ദേഹമാണ് ആ മുസ്തഫ
ഈ മുസ്തഫയാണെന്ന് അറിയുന്നത് പിന്നീടാണ്. ഒരു കാര്യം ശ്രീ കെ എം പീറ്റർ, അന്നത്തെ ഒരു സംസാരത്തിൽ ഇവര് ചിലരൊക്കെ ലേബൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു മനോരോഗിയുടെ ഒരു ജൽപ്പനങ്ങളൊക്കെ പോലെ അങ്ങേക്ക് അന്ന് തോന്നിയിരുന്നു ഈ ക്ലബ് ഹൗസിൽ ഈ മത തീവ്രവാദി വരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ? ഒരിക്കലുമില്ല. ഇദ്ദേഹം പ്രധാനമായും വളരെ സൗമ്യനായി സംസാരിച്ചു തുടങ്ങുക. ഇദ്ദേഹത്തെ എത്ര പ്രകോപിപ്പിച്ചാലും ഇദ്ദേഹം സൗമ്യനായി സംസാരിക്കൂ. പക്ഷെ പറയുന്നതെല്ലാം തന്നെ IS-നെയും ലഷ്കർ ഇ തോയ്ബയും താലിബാനെയും പോപ്പുലർ ഫ്രണ്ടിനെയും എല്ലാം ന്യായീകരിക്കുക, ഇതര മതങ്ങളെ, നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഒക്കെ വിമർശിക്കുക, അവഹേളിക്കുക, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നമുക്ക് ഏതൊരാൾക്കും, സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ ഇദ്ദേഹത്തിന് യാതൊരുവിധ ഇതുമില്ല. ഇദ്ദേഹത്തിന് ഇമെയിൽ ID ഉണ്ട്. ഇദ്ദേഹം അത് വളരെ വ്യക്തമായി മൊബൈൽ ഫോൺ വഴി റെക്കോർഡ് ചെയ്തിട്ട് അത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്താണ് അദ്ദേഹം അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിക്ക് മുമ്പും വേറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തന്നെ ആ പുൽക്കൂട് നശിപ്പിച്ച സംഭവത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടാണ് പോലീസുകാരോ അങ്ങനെ പറഞ്ഞത്, നാട്ടുകാരങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം. കത്തിച്ച് ചാമ്പലാക്കിയ ബൈബിൾ ക്രൈസ്തവരുടെ POC ബൈബിളാണെന്ന് വ്യക്തമായി അറിയാവുന്ന ഇവൻ തീരെ മന്ദബുദ്ധിയല്ലെന്നും ഈ ബൈബിൾ ഇവന് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുമൊക്കെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിന് മടിയുണ്ടായാൽ NIA-യുടെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് അന്വേഷിക്കുമെന്നും കേരള സമൂഹത്തിന് ഉറപ്പു തന്നുകൊണ്ട് ഇവനെ രക്ഷിക്കാൻ ഇവൻ്റെ മേലാളന്മാർ ഇവന് ചാർത്തിക്കൊടുത്ത ഭ്രാന്തൻ പട്ടം അവരുടെ തന്നെ നെഞ്ചിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് കൃത്യമായ മറുപടിയാണ് BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഇതിപ്പം ആടിനെ പട്ടിയാക്കുന്ന സമീപനമല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ ആകെ അവരെ അധിക്ഷേപിക്കുന്ന നടപടികൾ, ഇതിനെതിരെ ശക്തമായ വികാരം ഉണ്ടാവും. ഇവിടെ ഇപ്പം സാധാരണ നമ്മുടെ ഒരു ക്രിമിനൽ കേസൊക്കെ നടത്തുമ്പോൾ ഈ പ്രതികളെ കുറിച്ച് പറയുമ്പോൾ നോർമൽ ഹ്യൂമൻ കോണ്ടാക്ട്, ആ നോർമൽ ഹ്യൂമൻ കോണ്ടാക്ടിന് വിരുദ്ധമായിട്ട് എന്താണ് ചെയ്തത്? ഇവിടെ ഇപ്പം ഇയാളൊരു നോർമൽ ഹ്യൂമൻ കോണ്ടാക്ട് ആണെങ്കിൽ, ഇയാൾ ഭ്രാന്തനാണെങ്കിൽ നോർമൽ ഹ്യൂമൻ കോണ്ടാക്ട് അനുസരിച്ച് ആ ഭ്രാന്തന്റെ സമീപനമാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് എന്താ? POC ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇയാൾ ഭ്രാന്തനൊന്നുമല്ല, ഇയാള് വിളഞ്ഞ വിത്ത. ഈ വിളഞ്ഞ വിത്തിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അത് കൈകാര്യം ചെയ്യേണ്ട ആരാണ്? പോലീസാണ്. അത് ആ പോലീസ് ആ വിധത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ കൈകാര്യം ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. പക്ഷെ ഇവരുടെ പിന്നിൽ ശക്തിയുണ്ട്. ആ ശക്തി ഇവിടെ നിന്നും അങ്ങോട്ട് പോയാൽ, ഇങ്ങനെ ബൈബിളൊക്കെ കത്തിച്ചു പോയാൽ അവിടെ കുറെ ഹൂറിമാരെ കിട്ടും എന്നൊക്കെ വിശ്വാസമുള്ളവനായിരിക്കും ഇതൊക്കെ. പക്ഷെ ഇവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. ആ ശക്തികളെ അടിമുടി ഇല്ലാതാക്കണം. ഇപ്പോൾ പുതിയ രാഷ്ട്രീയമൊക്കെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയത്തിൽ ഒരു വിഭാഗത്തെ കൂടെ നിർത്തണം. അപ്പൊ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ ആക്ഷേപിക്കണം. അപ്പൊ ഇത്തരം സമീപനങ്ങളുമായിട്ട് പോകുമ്പോൾ അവരുടെ ഹൃദയവികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന, അവരുടെ ഹൃദയവികാരങ്ങളെ അധിക്ഷേപിക്കുന്ന, അടിസ്ഥാന വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന ആൾക്കാർ, ഇവനെയൊക്കെ വെച്ചു വളർത്താൻ പറ്റുമല്ല. അവനെയൊക്കെ ആൾക്കാർ കൈകാര്യം ചെയ്യും. ഇവിടുത്തെ പോലീസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അതിനുവേണ്ടി ഈ കേരള പോലീസിന് അത് സാധിച്ചില്ലെങ്കിൽ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ വന്ന് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീട്ടിൽ ചെന്നതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് നിന്ന് അവരുടെ പണിക്കാരായിട്ട് നിന്ന ആൾക്കാരാണ് പിറ്റേ ദിവസം അവരെ അറസ്റ്റ് ചെയ്യാൻ കൂടെ നിന്നത്. അതേ രീതി സംവിധാനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കരുത് കേരള പോലീസ് എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ക്രൈസ്തവർക്കെതിരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ സഹജമായ ക്ഷമയും സ്നേഹവും ഉയർത്തിക്കാട്ടി സഹിഷ്ണുത കാണിക്കുക മാത്രമല്ല, കൃത്യമായി തന്നെ അതിനെ പ്രതിരോധിക്കുകയും വേണമെന്ന് ശക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് മുസ്തഫയെ പോലെയുള്ള മതവെറിയന്മാരുടെ മുഖമടച്ചാണ് സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോയി കണ്ണഞ്ചിറ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. എനിക്ക് മുസ്തഫയോട് പറയാനുള്ളത് ഡോണ്ട് വറി മുസ്തഫ എന്നാണ്. അങ്ങനെ പണ്ട് ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്, മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ, അങ്ങനെ ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് താങ്കൾ കേൾക്കണം. താങ്കൾ അങ്ങനെ ഒത്തിരി വറിയാകേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പറ്റി, ക്രിസ്തുവിന്റെ തിരുവചനമായ വിശുദ്ധ ബൈബിളിനെ പറ്റി താങ്കൾ അങ്ങനെ ഒത്തിരി വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം താങ്കൾ കത്തിച്ചു കളഞ്ഞ വചനത്തിൽ തന്നെ താങ്കളെ പറ്റി ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് പക്ഷെ കത്തിപ്പോയതുകൊണ്ട് ഇനി എന്ത് ചെയ്യല്ലേ? അതുകൊണ്ട് താങ്കൾക്ക് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം താങ്കൾ പുതിയ നിയമമൊക്കെ തുറന്നു കാണിച്ചിട്ടാണ് കത്തിച്ചതെന്ന് ഞാൻ കണ്ടു.
അപ്പൊ അതിനകത്ത് ഒരു 7 അധ്യായം ഒന്ന് മറിച്ചിരുന്നെങ്കിൽ, ആദ്യത്തെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 7ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. മുസ്തഫ തമ്പുരാൻ മുസ്തഫയോട് സംസാരിക്കുന്നുണ്ട്. അതിൽ കർത്താവ് പറയുന്നത് 6ാമത്തെ വചനത്തിൽ പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്നാണ്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് എന്നാണ് കർത്താവ് അതിൽ പറയുന്നത്. അങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവയത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എന്നൊരു വചനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. മുസ്തഫ എന്താ ചെയ്യുക? ഈ വചനം അതേപടി സംഭവിച്ചു പോയി. മുത്തുകൾ വീഴാൻ പാടില്ലാത്ത ഇടത്ത് മുത്ത് ചെന്ന് വീണു. അങ്ങനെ അതാ പറ്റിപ്പോയത്. ഈ കൈകൊണ്ടെടുത്ത ഈ തിരുവചനത്തിന്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല സഹോദര. മുസ്തഫ കത്തിച്ചു കളഞ്ഞ വചനത്തിന്റെ ചാരം മുറിയിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്ത് പൊതിഞ്ഞു വെക്കണേ മുസ്തഫ. ആ പേര് വിളിച്ചവർ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് മുസ്തഫ. ആ പേര് വിളിച്ചവർക്ക് അന്ധകാരം മാറി കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടുണ്ട് മുസ്തഫ. ആ പേര് വിളിച്ചവർക്ക് തളർവാദം മാറി അസ്ഥികൾക്ക് ബലം കിട്ടിയിട്ടുണ്ട് മുസ്തഫ. ആ പേര് വിളിച്ചവർക്ക് തെറ്റിദ്ധാരണകൾ മാറി യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനായി ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കാനുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട് മുസ്തഫ. ഈശോ എന്ന പേര് വിളിക്കുന്ന ഏത് വ്യക്തിക്കും ഈ രക്ഷയുടെ മനുഷ്യത്വത്തിലൂടെ ദൈവത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന ക്രൈസ്തവ മാനവികതയുടെ യഥാർത്ഥ കാഴ്ച ലഭിക്കും മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്തഫ, താങ്കൾ കത്തിച്ചു കളഞ്ഞ ബൈബിളിനെ ഓർത്ത് താങ്കൾ വറി ചെയ്യണ്ട. മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. ക്രൈസ്തവർക്കെന്നല്ല, കേരളത്തിലെ ഒരു മതവിശ്വാസിക്കും അവന്റെ മതഗ്രന്ഥത്തിൽ കൊള്ളിവയ്ക്കുന്നത് സഹിക്കാനാകുകയില്ല. ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇസ്ലാം സമുദായത്തിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ ചിലരെ കൊണ്ടുചെന്നെത്തിച്ചത് അവരുടെ ഇടയിലെ വളരെ തെറ്റായ പഠിപ്പിക്കൽ തന്നെയാണ്. പ്രശസ്ത ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായ അനിൽ കൊടുത്തോട്ടം അദ്ദേഹം നടത്തിയ കൃത്യമായ നിരീക്ഷണം ഇവർ കേട്ടിരുന്നെങ്കിൽ. ഒരു പുസ്തകത്തെ പറ്റി ഒരു നിലപാടുണ്ടാവുക ഒരു വീക്ഷണം പുലർത്തുന്ന ആളുകൾക്ക് നിർബന്ധമായൊരു കാര്യമാണ്. അപ്പോൾ ഒരു ഉദാഹരണം, ഞങ്ങളോട് ചോദിക്കുക ഖുർആൻ എന്നാൽ എന്താണ്? ഞങ്ങൾ പറയുന്നത് ഇസ്ലാമിയരുടെ മതഗ്രന്ഥം, അവർക്ക് പരിഭാവനമായി തോന്നുന്ന ഒരു കൃതി. അത് ക്രൈസ്തവർക്ക് എങ്ങനെയാണ്? ക്രൈസ്തവർക്ക് അതൊന്നുമല്ല. ക്രൈസ്തവർക്ക് അത് ഉൾക്കൊള്ളേണ്ടതോ പഠിക്കേണ്ടതോ പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഏതാണ്ട് അധ്യാത്മീയ ഗ്രന്ഥമാണെന്നൊന്നും സ്വീകരിക്കേണ്ട കാര്യം ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഇല്ല. ഞങ്ങളുടെ വിശുദ്ധ ബൈബിള് ഞങ്ങൾ പറയുന്നത് ശ്രേഷ്ഠമായ ഒരു ദൈവവചനമാണ്. അത് ഈ അളവിൽ ഞങ്ങൾ പറയുന്ന പോലെ സ്വീകരിക്കേണ്ട വല്ല ബാധ്യത ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കുണ്ടോ മുസ്ലിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ലെന്ന്. പിന്നെന്താ നമ്മളവിടെ ചെയ്യുന്നത്? വിഷയങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ ഇതിൻ്റെ മഹത്വവും അതിൻ്റെ ഉള്ളടക്കങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാനല്ലാതെ മറ്റെന്താ സാധിക്കുക? അങ്ങനെ ഒരു മഹത്വം ബോധിപ്പിക്കാൻ നിങ്ങളുടെ പക്കലില്ല. അപ്പോൾ ഇത് വളരെ മോശമായ ഏർപ്പാടായി പോയില്ലേ? ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു തിരിച്ചറിവും വകതിരിവും ഒക്കെ വരണ്ടേ എൻ്റെ പൊന്നു സൗരന്മാരെ? പണ്ഡിതരല്ലേ നിങ്ങൾ? ഈ തലപ്പാവും ഒക്കെ കെട്ടി നിങ്ങൾ ഈ പാട്ട് പാടുന്ന പോലെ വേദിയിൽ കയറി ഇങ്ങനെ തട്ടിവിടുമ്പോൾ നിങ്ങൾ ഈ അന്യമതസ്ഥരെ വിമർശിക്കാൻ പോയിട്ടു നിങ്ങൾക്ക് പറ്റിയ പരിക്കിൻ്റെ ദയനീയമായ ഇരകളല്ല ഈ മുസ്തഫയൊക്കെ. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ? ഒരു കൊച്ചനെ തോളിലിരുത്തിക്കൊണ്ട് ഒരു ജിഹാദി പാടിക്കൊണ്ട് പോയില്ല, അരിയും മലരും കരുതിക്കോ വീട്ടിൽ കരുതി വെച്ചോ. ആ കുഞ്ഞിനെ എന്തിനു കുറ്റം പറയുന്നു? നിങ്ങളുടെ ടീച്ചിങ്ങിൻ്റെ പ്രശ്നമല്ലേ? ആ കുഞ്ഞിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനിക്കുമ്പോഴേ ഇത് പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിലെ വിവരദോഷങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. അന്യമതസ്ഥരുടെ കുഴപ്പങ്ങളെല്ലാം കൂടെ പഠിപ്പിച്ചിട്ട് അവനതെല്ലാം പഠിച്ചു വെച്ചു. ഇപ്പം ഞങ്ങൾ ചോദിച്ചു ഇവിടെയൊക്കെ കുഴപ്പമുണ്ടെന്ന്. ഞങ്ങളങ്ങ് സമ്മതിച്ചേക്കാം. ഹിന്ദുയിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും എല്ലാം അങ്ങ് പ്രശ്നങ്ങളാണ്. നിങ്ങൾ ആ ശ്രേഷ്ഠത ഒന്ന് പറയാൻ പറഞ്ഞിട്ട് മിണ്ടുന്നില്ല. ഇനിയെങ്കിലും കേരളം പോലെയുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതികൾ നേടിയ സംസ്ഥാനത്ത് ഇത്തരം അധർമ്മികൾക്ക് അഴിഞ്ഞാടാൻ തോന്നാത്ത വിധത്തിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായേ മതിയാകത്തുള്ളൂ. മറിച്ചായാൽ നെറ്റിയിലൊട്ടിച്ച പ്ലക്കാർഡ് പോലെ സംസ്കാര സമ്പന്നമായ പൈതൃകത്തിൻ്റെ ശൂന്യത അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഇത്തരം മതഭ്രാന്തന്മാർ നാളെ നിരപരാധികളായ ഇതര മതസ്ഥരുടെ ജീവനെടുക്കുമ്പോഴും ഇവിടുത്തെ ഭരണകൂടം ആലസ്യം പൂണ്ടിരിക്കും. കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ പ്രായോഗിക പരിശീലനം നേടി വളർന്നു വരുന്ന മുസ്തഫയെ പോലെയുള്ള തീവ്രവാദികളുടെ നേരെ
കൃത്യമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. അതുകൊണ്ട് ശക്തമായ നിയമ നടപടികൾ ഇതിനെതിരെ ഉണ്ടാകണമെന്ന് ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ ടോം ഓലിക്കരോട്ട് ശക്തമായി തന്നെ പ്രസ്താവിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന നമ്മുടെ മതേതര വിശാല ഹൃദയം നമ്മുടെ ഉള്ളിലെ പേടിയിൽ നിന്നുണ്ടാവുന്ന, പ്രതികരിക്കാൻ പേടിയാണ്, ഇത് തെറ്റാണെന്ന് പറയാൻ ക്രൈസ്തവ സമൂഹത്തിന് ഭയമാണ്, ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത വിധം അന്തഛിദ്രങ്ങളാൽ നമ്മുടെ സമൂഹം ശിഥിലമാണ്. അതുകൊണ്ട് നമുക്ക് തിന്മയോട് പ്രതികരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ബലം നമുക്കില്ലാതെ പോയി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ തീവ്രവാദം അല്ലെങ്കിൽ വർഗീയത അങ്ങേയറ്റം ഈ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഞാൻ വിചാരിക്കുന്നു ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇനി ഇങ്ങനെയുള്ള തീവ്ര ചിന്തകൾ വിരിയിക്കുന്ന നഴ്സറികൾ അനേകമുണ്ട്. ഞാൻ ഈ ക്രിസ്മസ് കാലത്ത് കണ്ട ഒരു വാട്സപ്പിലെ ഒരു വീഡിയോ ക്ലിപ്പ്. ഒരു കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ കുറച്ച് ഒരു 5-നും 7-നും ഒക്കെ ഇടയ്ക്കുള്ള കുറച്ച്, അതിൽ 2 വയസ്സ് 3 വയസ്സൊക്കെയുള്ള കുട്ടികൾ, കുറച്ച് കുഞ്ഞു കുട്ടികൾ, അതിലൊരു കുഞ്ഞു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തി ചോദിക്കുകയാണ്, ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിയാണോ? അപ്പൊ ഒരിക്കലും ശരിയല്ല. അപ്പൊ ഇത് എന്നിട്ട് ആ കുട്ടികളൊക്കെ ഇങ്ങനെ കൈയെല്ലാം ചൂണ്ടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ അവരുടെ ആ നിൽപ്പും നിലപാടും കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ചു നോക്കും. ഇവർ ബൈബിൾ മാത്രമല്ല ഇതര മതസ്ഥരെ ഒക്കെ കത്തിക്കാൻ തക്ക വിധം പാകപ്പെട്ടു വരികയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. നമുക്ക് ഒരു മത വിഭാഗം എന്ന നിലയിൽ സഹോദര ബുദ്ധിയ, നിങ്ങൾ ഈ ചെയ്യുന്നത് അപക്വതയാണ്, ഇത് നമ്മുടെ നാടിന്റെ എല്ലാ സാംസ്കാരികമായ നേട്ടങ്ങളെയും തകർക്കുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ മതപരമായ തീവ്ര നിലപാടിലേക്ക് പോകരുത്. നമുക്കിങ്ങനെ പറയാനേ പറ്റൂ. ശക്തമായ നിയമ സംവിധാനങ്ങൾ എടുക്കേണ്ട ഭരണകൂടങ്ങൾ വെറും ആളെണ്ണം നോക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് നിലപാടുകളില്ലാതെ മാറിപ്പോയതിന്റെ പരിണിത ഫലമാണ് കേരളത്തിലെ ഇന്നത്തെ ഈ സ്ഥിതി എന്ന് പറയും. ബൈബിൾ ചാമ്പലായ സ്ഥാനത്ത് മുസ്തഫയുടെ മതഗ്രന്ഥം കത്തിയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? കേരളത്തിലെ തെരുവോരങ്ങൾ ഇപ്പോഴത്തേതുപോലെ ശാന്തമായി ഇരിക്കുമായിരുന്നു? അപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇപ്പോൾ കാണിക്കുന്ന ഈ നിഷ്ക്രിയ മനോഭാവത്തോടെ അടങ്ങിയിരിക്കുമായിരുന്നു? അഖിലേന്ത്യാ നേതാക്കന്മാർ നിശബ്ദരായിരിക്കുമായിരുന്നു? പ്രതിപക്ഷ നേതാവും അവരുടെ സൈബർ പോരാളികളും ഇതുപോലെ വായും പൂട്ടി മിണ്ടാതിരിക്കുമായിരുന്നു? കേരളത്തിലെ എല്ലാ മനുഷ്യരും ഈ ദിവസങ്ങളിൽ അടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾ ഷക്കൈന ചർച്ച ചെയ്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ നടത്തിയ പ്രതികരണം സകലരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ഇതൊരു സംഘടിത ആക്രമണമാണ്. ജോസഫ് സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് ജോസഫ് സാറിന്റെ കൈവെട്ടിയ നാടാ. ഒരു കാർട്ടൂണിന്റെ പേരിൽ അനേകരെ കഴുത്ത് വെട്ടിയ നാടാ. ഒരു പുസ്തകത്തിന്റെ പേരിൽ ഇവിടുന്ന് ലോകപ്രശസ്ത എഴുത്തുകാർ പോലും ഓടിപ്പോകാൻ വിധിക്കപ്പെട്ട നാടാ. അപ്പൊ തന്നെ നുപൂർ ശർമ്മയുടെ വിഷയം നമ്മൾ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ വിഷയങ്ങൾ നമുക്കറിയാം, ചെറിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു തുണ്ട് പേപ്പറിന്റെ പേരിലാണെങ്കിൽ പോലും കഴുത്തു പോകുന്ന നാട്. അത്രമാത്രം വർഗീയത ഇതിന്റെ ഇവിടെ വളർന്നു വരിക. ഇതിനടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്ന ഒരു പരിഹാര മാർഗം ഇതാ. ജോർജ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടുത്തെ മദ്രസ പഠനങ്ങൾ പൂർണ്ണമായി ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് വരണം. അത് കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ മദ്രസ വിദ്യാഭ്യാസത്തിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന മതതീവ്രവാദവും മതഭ്രാന്തും, പ്രത്യേകിച്ചും കാഫിറുകളോട്, മറ്റു മതവിശ്വാസികളോട് എങ്ങനെ നിങ്ങൾ വിദ്വേഷപൂർവം പെരുമാറണമെന്ന്, സ്നേഹപൂർവ്വമല്ല വിദ്വേഷപൂർവം പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന സിലബസുകൾ പിൻവലിച്ച് നമ്മുടെ ഈ കേരളത്തിലെ സാമാന്യ ഭൂരിപക്ഷം നികുതിദായകരുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ വിദ്യാഭ്യാസമാണ് ഈ മുസ്തഫയെ പോലെയുള്ളവരെ തീവ്രവാദികളാക്കി മാറ്റുന്നത്. ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഏതാനും ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില ക്രൈസ്തവ ചാനലുകളും അല്ലാതെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വാർത്തയെ ഗൗരവമായി എടുത്തില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം അങ്ങേയറ്റം കുറ്റകരമായ മൗനം തുടരുകയാണ് ഉണ്ടായത്. ബൈബിൾ ചാമ്പലാക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിട്ടും അതൊന്നും മാധ്യമ ജഡ്ജിമാരുടെയും സാമൂഹിക നിരീക്ഷകന്മാരുടെയും
രാഷ്ട്രീയക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും പറയുന്നത് ഖേദകരം തന്നെയാണ്. എല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം കാണിക്കാതെ കേരളത്തിലെ ജനങ്ങളെ തരംതിരിച്ച് ചിലർക്ക് വേണ്ടി മാത്രമുള്ള വാർത്താശകലങ്ങൾ തേടുകയാണ് അവരെന്ന് വ്യക്തം. കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ട് ആരുടെയൊക്കെയോ ആജ്ഞാനുവർത്തികളായി നിന്നുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി അവരിതെല്ലാം കണ്ടില്ലെന്ന് വെച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. മാധ്യമങ്ങളുടെ ഈ ക്രൈസ്തവ തമസ്കരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ക്രൈസ്തവ സഭകളുടെ അരമനകൾക്കകത്തെ ആഭ്യന്തരമായ കാര്യങ്ങളിലേക്ക് പോലും നാണമില്ലാതെ നുഴഞ്ഞു കയറി ചെന്ന് മാധ്യമങ്ങൾ ഈ പ്രതിബദ്ധതാ വീര്യം കാണിക്കാറുണ്ട്. എന്നാൽ ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരുപോലെ തിമിരബാധ ഉണ്ടാകുന്നത് ആപൽക്കരമായ സൂചനകളാണ് നൽകുന്നത്. വസ്ത്രത്തിൻ്റെയും ആഹാരത്തിൻ്റെയും തൊങ്ങലും പൊടിപ്പും ഉയർത്തിപ്പിടിച്ച് കോലാഹലമുണ്ടാക്കി അതിലേക്ക് രഹസ്യമായി വർഗീയത കടത്തി ഇരവാദവും കരച്ചിലുമായി ചിലർ തങ്ങളുടെ വർഗീയ അജണ്ടകൾ പുറത്തെടുക്കുമ്പോൾ അതുമാത്രം വാർത്തയാക്കാനും ചർച്ചയാക്കാനും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ അത് കാട്ടി അണികളെ ഇളക്കി വിടുന്ന കപട രാഷ്ട്രീയക്കാരും ഇവിടെയുണ്ട്. ഇവർ മാത്രമല്ല, 4 ക്രൈസ്തവരെ ഒന്നിച്ചു കാണുമ്പോൾ ആവേശം കയറി ബൈബിൾ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പൊയ്മുഖങ്ങളും ഇവിടെയുണ്ട്. ക്രൈസ്തവർ അപമാനിക്കപ്പെടുമ്പോൾ അവർക്കും പിന്നെ ഒരു മാധ്യമങ്ങൾക്കും അതിലൊരു വാർത്തയ്ക്ക് സ്കോപ്പ് കാണുന്നില്ല. ചില ഇടങ്ങളിൽ നിന്ന് കനത്ത നിരതദ്രവ്യം കൈപ്പറ്റി മാധ്യമപ്പണി ചെയ്യുന്നവർ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ച് യജമാനകോപം വരുത്തി സ്വന്തം അന്നം മുട്ടിക്കില്ലെന്ന് നന്നായിട്ടറിയാം. പക്ഷെ നിങ്ങൾ ഒന്നോർക്കുക, ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾ എത്ര മുറുക്കി കണ്ണടച്ച് പിടിച്ചാലും ഇരുട്ടുണ്ടാകത്തില്ല. നിങ്ങൾ അവഗണിച്ച നഗ്നസത്യങ്ങൾ പകൽ പോലെ വെളിച്ചത്ത് തങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഈ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കോഴിക്കോട്ടെ പാളയം ജൂമാ മസ്ജിദ് ഇമാം ഹുസൈൻ മടവൂരും ഒഴികെ മുസ്ലിം സമൂഹത്തിലെ ആരും തന്നെ മുസ്തഫയുടെ ഈ പ്രവൃത്തിയെ അപലപിക്കാത്തത് എന്തുകൊണ്ടാണ്? ഫാദർ ജോൺസൺ തേക്കടിയിൽ ആ കാരണം വ്യക്തമാക്കുന്നു. വളരെ ചിന്തനീയമാണ് എന്തുകൊണ്ട് അവർ അപലപിക്കുന്നില്ല എന്നത്. കാരണം ഏത് വിധത്തിൽ അപലപിക്കാൻ കഴിയും? എല്ലാ ദിവസവും നിസ്കരിക്കുമ്പോൾ വഴിപിഴച്ചവരെന്ന് നമ്മളെ വിളിക്കുന്ന ആ ഒരു വിഭാഗം അവരെ മുട്ടുകുത്തി നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ കാണുന്നത് കൊല്ലപ്പെടേണ്ടുന്നവരാണ്, നമ്മളെ ഹനിക്കപ്പെടേണ്ടുന്നവരാണ്, നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടുന്നവരാണ്, നമ്മൾ കത്തിക്കപ്പെടേണ്ടുന്നവരാണെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ ജോർജ്? അതായത് ഈ ഒരു നിശബ്ദത, ഇത്തരം പ്രവർത്തികളെ ഈ നിശബ്ദത പാലിക്കുന്നവർ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ? തീർച്ചയായിട്ടും. അന്നേ പ്രവചന ശബ്ദം പോലെ പിതാവെന്ന് പറഞ്ഞു, നമ്മളത് മനസ്സിലാക്കി. അന്ന് അത് അപലപിക്കണമെന്ന് പറഞ്ഞ ആളുകള് ഇന്ന് ഇത്രയും ഹീനമായ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? കാരണം അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു ആശയം കെട്ടിക്കിടപ്പുണ്ട്. അത് ഈ മതേതരത്വ രാജ്യത്തിൽ പറയാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് അടക്കി വിമിഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ ഒരു ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടൊരു മുദ്ര കുത്തിയാൽ മതിയല്ലോ, മാനസിക രോഗിയാണെന്നോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ. ഇപ്പം കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അങ്ങനത്തെ യാതൊരു മാനസികാവസ്ഥ പ്രശ്നവും ഇല്ല എന്നുള്ള അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ മറ്റുള്ളവർ പറയുന്നു ഉണ്ടെന്നുള്ളത്. അപ്പൊ ഏതാ നമ്മൾ വിശ്വസിക്കാൻ കഴിയുന്നത്? ഈ പറയുന്ന ആളുകൾക്കായിരിക്കും ആ പ്രശ്നമുള്ളത്. ഒരു കാര്യം ശരിയാണ്, ഈ എത്ര അതിനെ തമസ്കരിക്കാൻ നോക്കിയാലും എത്ര അതിനെ ലലാപി പാടാൻ ശ്രമിച്ചാലും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ വിചാരിച്ചു ജോസഫ് മാഷിന്റെ കൈവെട്ടിയതോടുകൂടെ ജനഹൃദയങ്ങളിൽ ഭയമുണ്ടാകുകയും അവര് ഇനിയും കഴിവെട്ടിയ ആളുകളടക്കം ഉള്ളവരെ ഭയപ്പെടുകയും ഇനി അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ഒരു മാനസാന്തരം വന്നു കാണും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ആ തെറ്റിദ്ധാരണയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു സംഭവത്തോടുകൂടെ അതൊന്നും അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളായിട്ടുള്ള ഭരണം വരട്ടെ, വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു നാന്ദിയാണിത്, ഒരു തുടക്കം മാത്രമാണിത്.
ഇത് നിങ്ങൾ കണ്ടോളുക, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് നമ്മളോട് സമൂഹത്തോട്, ജനാധിപത്യ സമൂഹത്തോട് കൃത്യമായിട്ട് സംവദിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കാണാനിടയായത്. ന്യൂസിലാൻഡിൽ ആരോ ബോംബ് പൊട്ടിച്ചതിന് ശ്രീലങ്കയിലെ നിരപരാധികളായ ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്തത് എന്തിനായിരുന്നു? സ്വീഡനിൽ ഒരു വലതുപക്ഷ നേതാവ് ഖുറാൻ കത്തിച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ ബൈബിൾ കത്തിച്ചതും എന്തുകൊണ്ട്? ഇതിനുള്ള മറുപടി കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ പറയുന്നത് കേൾക്കുക. പ്രതികാരമാണ്. അതാണ് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രതികാരം. ആ പ്രതികാരം എന്ന് പറയുന്നത് അവിടെ ഒരു സായിപ്പ് നടത്തിയതിന്റെ ഒരു പ്രതികാരമാണ്. ഇതുപോലെ തന്നെ അളമുട്ടിയാൽ ചേര കടിക്കും എന്ന് പറയുന്നത് പോലെ ഗത്യന്തരമില്ലാതെ തന്റെ നികുതി പണത്തിൽ നിന്നും അഭയാർത്ഥികളായി കയറി വന്നവരെ തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കി അവർ പ്രസവിച്ച് വലിയൊരു സമൂഹമായി മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്നത് കണ്ട് ഗത്യന്തരമില്ലാതെ അവിടുത്തെ സായിപ്പ് തിരിച്ചടിക്കുമ്പോൾ ഈ പറയുന്ന സായിപ്പ് ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുകയോ ബോംബിട്ട് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതികാരമായിട്ട് ഈ മുസ്തഫാമാർ നാളെ കൊലക്കത്തിയുമായിട്ട് ഇവിടെ ഇറങ്ങുന്നില്ല എന്ന് എന്താണ് ഉറപ്പ്? കാര്യം ഇവിടെ മുസ്തഫ നടത്തിയത് ഒരു പ്രതികാരമാണ്. ഈ പ്രതികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തുർക്കിയിലെ ഖലീഫയെ, ഒരു മിനിറ്റ് ഞാനൊന്ന് അടിതൊട്ടോ, തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടൻ സ്ഥാനഭർഷണാക്കിയതിന്റെ പേരിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുകയും അതിന്റെ പേരിൽ മാപ്പിളലുകൾ നടത്തി ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്തത്. ഏറ്റവും അവസാനം കാശ്മീരിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇവിടെ ബേക്കറികളെ നടത്തുകയും ഹിന്ദുക്കളുടെ വാഹനങ്ങളും കടകളും വീടുകളും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്തത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ ചൊല്ലിയുള്ള, മറ്റു ദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ ചൊല്ലിയുള്ള പ്രതികാര നടപടികൾ ഇവിടെ നടത്തുക ഇത് ഒത്തിരിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ ഭയക്കേണ്ടതുണ്ട്, ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ക്രൈസ്തവർ ഉണരാനും ജാഗ്രത പുലർത്താനും ഉതകുന്ന വിധത്തിൽ പലതരം അനുഭവങ്ങൾ ഇതര മതസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും ഇടയിൽ നിന്ന് ഉണ്ടായെങ്കിലും ഇതുവരെ അതിൽ നിന്നൊക്കെ യാതൊരു പാഠവും ഉൾക്കൊള്ളാതെ ഐക്യതയോടെ മുന്നേറണമെന്നുള്ള പാഠം ക്രൈസ്തവർ പഠിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരം തന്നെയാണ്. കേരള ചരിത്രത്തിലെ നവോത്ഥാന ഏടുകളിൽ നിന്ന് ക്രൈസ്തവ നാമധാരികളായ നവോത്ഥാന ശില്പികൾ ആസൂത്രിതമായി നിഷ്കാസനം ചെയ്യപ്പെട്ടു. ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന നാമങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കുത്തുകാഴ്ചയാക്കപ്പെട്ടു. തലമുറകളിൽ ചിലർ പ്രണയത്തിൻ്റെയും ലഹരിയുടെയും മറവിൽ ചതിക്കപ്പെട്ടു. തൊഴിലിനും കിടക്കാടത്തിനും വേണ്ടി സമരം ചെയ്ത ക്രൈസ്തവർ തീവ്രവാദികളായി ചാപ്പകൂത്തപ്പെട്ടു. ഒരു ക്രിസ്മസ് നാളിൽ യേശുക്രിസ്തു വ്യഭിചാര സന്തതിയായി ഒരു മത തീവ്രവാദിയാൽ അവഹേളിക്കപ്പെട്ടു. മറ്റൊരു തീവ്രവാദി ഇപ്പോൾ പുൽക്കൂട് തകർത്ത് ക്രൈസ്തവരെ വെല്ലുവിളിച്ചു. വീണ്ടും അവൻ, അതേ തീവ്രവാദി, ബൈബിൾ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ക്രൈസ്തവർക്ക് കടുത്ത വേദനകൾ സമ്മാനിച്ചിരിക്കുന്നു. ബൈബിൾ കത്തിച്ച സംഭവത്തെക്കുറിച്ച് ചുരുക്കം ചില മതമേലധ്യക്ഷന്മാർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരക്ഷരം ഉരിയാടാതെ മൗനം ഭൂഷണമാക്കിക്കൊണ്ട് മറഞ്ഞിരിക്കുന്ന പല വിദ്വാന്മാരുമുണ്ട്. അവരാരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഈ മതഭ്രാന്തൻ ചെയ്തത് വെറും ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ക്രൈസ്തവരുടെ പ്രതികരണശേഷിയെ അളക്കാനുള്ള ഒരു സാമ്പിൾ ഡോസ്. ഇവർ നാളെ സ്വയം പൊട്ടിത്തെറിച്ച് നിരപരാധികളെ കൊന്നൊടുക്കിയാലും നിങ്ങൾ ഈ മൗനം തുടരണം. കാരണം നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ സ്വന്തം സുഖവും സുരക്ഷിതത്വവും നിലനിൽപ്പും മാത്രമാണ്. ഇനി ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരോടും നിയമപാലകരോടും ഒരു ചോദ്യം. ഇന്ന് പരസ്യമായി ബൈബിൾ കത്തിച്ചവൻ നാളെ മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചാൽ, നിരപരാധികളെ കൊന്നൊടുക്കിയാൽ ആര് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? സ്വർഗത്തിൽ പോകാനും ഹൂറികളോടൊത്ത് ആറാടാനും മദ്യപ്പുഴയിൽ നീന്തിത്തുടിക്കാനുമൊക്കെ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് മാർഗമായി സ്വീകരിക്കുന്ന ഇവരെ പോലെയുള്ളവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഭരണകൂടം എന്തിന്? പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന പ്രയോഗം കേട്ടിട്ടുണ്ട്. ഈ വർഷത്തെ കേരള ബഡ്ജറ്റ് കണ്ടപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. മന്ത്രിമാർക്കും അവരുടെ ഭാര്യമാർക്കും
അവരുടെ പിണിയാളുകൾക്കും വാരിക്കോരിക്കൊടുക്കാനും വിദേശയാത്രകൾ നടത്താനും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഓടിച്ചു കളിക്കാൻ പുത്തൻ കാറുകളും സമ്മാനിച്ച് പിണറായി സർക്കാർ അതിഗംഭീരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ സാധാരണക്കാരായ ജനം കുത്തുപാള കുത്തിയുണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ വർഷം പ്രധാന തെരഞ്ഞെടുപ്പുകൾ ഒന്നും ഇല്ലാത്തതിനാൽ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞവർ അപ്പോഴേക്കും എല്ലാം ശരിയാക്കി കയ്യിൽ തരുമെന്ന ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താം. പക്ഷേ ആ പ്രതീക്ഷ കടുത്ത സഖാക്കൾക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും വെറുതെയെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമ്പോഴാണല്ലോ മനുഷ്യജീവിതം മുൻപോട്ട് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് അടുത്തയാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കും.